Hello everyone, Assalamu alaikum. Eid Mubarak. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈദിൻ്റെ തലേന്നത്തെ പ്രിപ്പറേഷനും പിന്നെ ഈദിൻ്റെ അന്നേരത്തുള്ള കുറച്ച് കാര്യങ്ങളുമാണ്. ഉമ്മ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് നാളെ രാവിലത്തേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കി വെക്കുന്നത്. ഈദ്ഗാഹിലൊന്നും പോകണ്ടെങ്കിലും സാധാരണ നമ്മളെപ്പോൾ അങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ നാളെ രാവിലെ എല്ലാവർക്കും ഫോണെല്ലാം ചെയ്യാനുള്ള സമയവും കിട്ടും. ഇപ്പം ഞാനിവിടെ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി പോയിന്ന്. അതിന് ഞാൻ 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കണം. ഇവിടെ 1 കിലോ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമും 1 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐസ്ക്രീമാണ്. ഇപ്പം ഞാനിവിടെ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാംഗോ ചേർത്ത് കൊടുക്കാം. മാങ്ങ വെള്ളമൊന്നും ചേർക്കാണ്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ അൽഫോൺസിയാണ്. നല്ല മധുരവും ഉണ്ടായതിന്. ഇതിപ്പോൾ കുട്ടികൾ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാങ്ങ ചെറിയ ചെറിയ പീസാക്കി വെച്ചതാണ്. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കടിക്കാനുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫസ്റ്റ് 2 മണിക്കൂറാണ് ഫ്രീസറിൽ വെക്കേണ്ടത്. എന്നിട്ട് അതെടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെയും വെക്കണം. ഉമ്മ ഇപ്പം നാളെ ഉച്ചക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി നമ്മളെ ചാനലിലെ ഫസ്റ്റ് റെസിപ്പിയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. നല്ല ഈസി ആയിട്ടുള്ളത് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഞാനിവിടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അതിനൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ഫുൾ ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞാൽ നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചധികം നട്ട്സ് കാരമലൈസ് ചെയ്യുന്നുണ്ട്, കാരണം നാളെ ഒരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി വേണ്ടിയിട്ടാണ്. ഇതിവിടെ ചൂടാറാൻ വേണ്ടി ഞാൻ ഒരു ബട്ടർ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടർ പേപ്പറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലേറ്റിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് വേഗം വിട്ട് കിട്ടും. പുഡിങ്ങിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര മെൽറ്റായി നന്നായി കളറ് മാറി വരുമ്പോൾ ഒരു 50 ഗ്രാം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. സോസ് ഇപ്പം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീമാണെന്നുള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സോസ് ഇപ്പം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുഡിങ്ങിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ച നട്ട്സ് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഈ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒന്ന് സോസിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിരത്തി കൊടുക്കാം. അതിൻ്റെ ഒരു ലെയറിൻ്റെ മേലയിൽ ഞാൻ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ബ്രെഡിൻ്റെ 2 ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയറും വെക്കാം. ഇവിടെ ഇപ്പം ഞാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ല. ഞാൻ വേറെ മധുരവും ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 ലെയർ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ മധുരം അങ്ങ് ബാലൻസായി പോയിക്കോളും. ഇനി ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, അതുകൊണ്ടാണ് ചൂടാക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ പായസവും റെഡിയാക്കുന്നുണ്ട്. അതിന് ഇപ്പോൾ പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സേമിയ പായസമാണ്. നേരത്തെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുള്ള ഐസ്ക്രീം ഒന്ന് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ട് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് ഒരു 7-8 മണിക്കൂർ പിന്നെയും ഫ്രീസറിൽ തന്നെ വെച്ച് കൊടുക്കണം. നാളത്തെ ബിരിയാണിയിലേക്കുള്ള മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം പകുതി പണിയോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി നാളെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا لا إله إلا الله الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر ولله الحمد. ഇപ്പം നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പായസം എടുത്ത് കൊടുക്കുകയായിരുന്നു എല്ലാവർക്കും.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ കറി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. തലേന്ന് രാത്രി നമ്മൾ പൊറോട്ടയും ബീഫുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ബാക്കി വന്നത് നമ്മൾ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഉണ്ടായിന് ബ്രേക്ക്ഫാസ്റ്റിന്. രാത്രി ഉണ്ടാക്കി വെച്ച ചിക്കനും ബീഫും എല്ലാം ഒന്ന് ചൂടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഉമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മുട്ടമാലയാണ്. അതിനുള്ള പഞ്ചസാര പാനിയെല്ലാം റെഡി ആയിട്ടുണ്ട്. മുട്ടമാലയെല്ലാം പെരുന്നാളിന് അധികം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ കുറച്ച് മുട്ടക്കാണ് മുട്ടമാല ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പിന്നെ ആരും അങ്ങനെ വരാനൊന്നും ആളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും ആരെങ്കിലും ഗസ്റ്റായിട്ടൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം അങ്ങനെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പെരുന്നാൾ ഒറ്റയ്ക്ക് കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഉമ്മാമാൻ്റെ വീട്ടിൽ, അധികവും നമ്മൾ ഉമ്മാമാൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോക്കാന്ന്, അല്ലെങ്കിൽ ഉമ്മാമ്മയും വളാമ്മമാരും എല്ലാം ഇങ്ങോട്ട് വരുത്താന്ന്. അപ്പോൾ ഇവിടെ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടി പോയെന്ന്. അതിനു വേണ്ടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ആ ചൂടാക്കിയ പാത്രത്തിൽ തന്നെ ഓയിൽ ഒഴിച്ചിട്ടും ഉണ്ടാക്കാം. ഇതിപ്പോൾ കുറച്ചും കൂടി നല്ല ഡ്രൈ ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. മുട്ടമാലയിലേക്കുള്ള പുന്നാൻതപ്പം റെഡിയാക്കാൻ പോയെന്ന്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്, എല്ലാ നാട്ടിലും എന്താ പറയാന്ന് അറിയില്ല. ചിലയിടത്ത് ഇതിന് മുട്ട സുർക്കാന്നും പറയും. മുട്ടൻ്റെ വെള്ളയും പിന്നെ മുട്ടമാല ഉണ്ടാക്കാനെടുത്ത് പഞ്ചസാര പാനിയുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഏലക്കായും പാൽപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. കുട്ടികളെല്ലാം മുട്ടമാലൻ്റെ മാല മാത്രമേ കഴിക്കൂ, ഇതങ്ങനെ ആരും കഴിക്കുകയൊന്നും ചെയ്യൂല. അതുകൊണ്ട് ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ചിക്കൻ ഇപ്പോൾ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മുട്ടമാലൻ്റെ അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഉമ്മ ഇപ്പോൾ ഇവിടെ ബിരിയാണിയിലേക്കുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതെല്ലാം ഒന്ന് പൊരിച്ചൂരി വെക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി തന്നെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞതുകൊണ്ട് ഇന്നങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടായിട്ടില്ല. ചോറ് വെക്കേണ്ടതും മുട്ടമാലൻ്റെയും മാത്രമേ പണിയേ ഉണ്ടായിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞപാടും തന്നെ നമ്മൾ കസിൻസിനെല്ലാവരെയും വീഡിയോ കോളെല്ലാം ചെയ്ത്, കുട്ടികളെല്ലാം പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാമായിട്ട് അത് അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യലും അതെല്ലാമായിട്ട് അവർ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത്. പിന്നെ അളാമാൻ്റെ എല്ലാം വീട്ടിൽ ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു അവരുണ്ടാക്കിയത്. അവരും അതുപോലെ തന്നെ തലേന്ന് രാത്രിയെ മാരിനേറ്റെല്ലാം ചെയ്ത് വെച്ചതുകൊണ്ട് അവർക്കും അങ്ങനെ പണിയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വീഡിയോ കോളിനെല്ലാം അവർക്കും നല്ലോണം സമയം ഉണ്ടായിന്. അവർ പിന്നെ ഡെസേർട്ടായിട്ട് മലായി കേക്കാണ് ഉണ്ടാക്കിയതിന്. പിന്നെ അവർ അൽസയും ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നമുക്ക് പിന്നെ കുത്തിയ ഗോതമ്പ് കിട്ടാത്തത് കൊണ്ട് അൽസ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഷോപ്പിങ്ങിനൊന്നും പോകാത്തതുകൊണ്ട് അത് അങ്ങനെ വാങ്ങാനും പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ തന്നെ. അല്ലെങ്കിൽ എല്ലാ പെരുന്നാൾക്കും അൽസയും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവരെ ഫുഡും കാണിച്ചു തന്നിട്ടുണ്ടായിന്. അവർ ഫ്രൈഡ് റൈസും കൊറിയൻ ചിക്കൻ ഫ്രൈയുമാണ് ഉണ്ടാക്കിയതിന്. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുണ്ടായിനെന്ന് പറഞ്ഞ് അവരെ നെയ്ബേഴ്സിനെല്ലാം അത് കൊടുത്തപ്പോൾ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടിന്. അധികം സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട് അവർക്കത് നല്ലോണം ഇഷ്ടമായിനെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ മുട്ടമാല സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ചുറ്റും നിന്നിട്ട് അവർക്ക് വേണ്ടുന്ന പോലെ ഡിസൈൻ പറയുന്നുണ്ട്. അതെല്ലാം ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എല്ലാവർക്കും അതിൻ്റെ അപ്പം വേണ്ട, മുട്ടമാലൻ്റെ മാല മാത്രം മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഓരോന്നാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഖദീജക്ക് പിന്നെ അതിൻ്റെ മാല മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമാക്കിയിട്ട് വെച്ചു കൊടുത്ത് ഇതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത് മുട്ടമാലൻ്റെ മാലയും വാനില ഐസ്ക്രീമും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എന്ന്. അപ്പോൾ തലേന്ന് അവർ തന്നെയാണ് മാംഗോ ഐസ്ക്രീമിന് പറഞ്ഞത്. അതുകൊണ്ട് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കി. ഇനിയിപ്പോൾ എന്തായാലും വാനില ഐസ്ക്രീം ഉണ്ടാക്കാനും കഴിയില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. സാധാരണ നമുക്ക് പെരുന്നാളിന് മട്ടൻ ബിരിയാണിയോ ഫിഷ് ബിരിയാണിയോ ആണ് ഉണ്ടാക്കൽ. ഇപ്രാവശ്യം പിന്നെ അത് രണ്ടും കിട്ടാത്തത് കൊണ്ടാണ് ബീഫ് ബിരിയാണി ആക്കിയിട്ടുള്ളത്. ബീഫ് ബിരിയാണിനേക്കാളും ബീഫ് ഫ്രൈ ആക്കിയതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം.
ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പിന്നെ എല്ലാം ഒരു മാറ്റം. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയിൽ തന്നെ നമ്മൾ സാലഡും ചമ്മന്തിയും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇപ്രാവശ്യത്തെ പെരുന്നാളിന് പിന്നെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഒരു കസിൻ്റെ കല്യാണം ഇപ്പോൾ അടുത്തത് കഴിഞ്ഞ്, അപ്പോൾ അന്നേരം എടുത്തിട്ടുണ്ടായിന് ഡ്രസ്സ് എല്ലാവർക്കും. എല്ലാവരും ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. പിന്നെ എവിടെയും പോകുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ പുതിയ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഖദീജ ഇട്ട ഡ്രസ്സ് സ്കൂളിലെ ഒരു ഡാൻസ് പരിപാടിക്ക് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സായിരുന്നു. അവൾക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. പിങ്ക് കളറിലായതുകൊണ്ട് അവൾ പറഞ്ഞു അവൾ ആ ഡ്രസ്സ് തന്നെ ഇട്ടോളൂ എന്ന്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.